തിരുവനന്തപുരം വെള്ളറടയിലെ വീട്ടമ്മയുടെ കൊലപാതകം പ്രതിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രിയംവദയുടെ കൊലപാതകത്തെക്കുറിച്ച് സഹോദരൻ അറിയാമെന്ന് പ്രതി വിനോദ് പോലീസിന് മൊഴി നൽകി. മൃതദേഹം മറവ് ചെയ്യാൻ കുഴിയെടുത്തു നൽകിയത് സഹോദരൻ സന്തോഷാണെന്നും പ്രതി പറഞ്ഞു. ഇരുവരുടെയും അറസ്റ്റ് വെള്ളറട പോലീസ് രേഖപ്പെടുത്തി. കാണാനില്ലെന്ന പരാതിയിൽ അവസാനിക്കുമായിരുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ കൊലപാതകത്തിലേക്ക് എത്തിയത്. വീടിനകത്തു നിന്ന് വന്ന രൂക്ഷഗന്ധം എന്താണെന്നറിയാൻ മുറിയിൽ കയറി നോക്കിയ വിനോദിന്റെ 8ാം ക്ലാസ്സുകാരിയായ മകളാണ് കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ച മൃതദേഹത്തിന്റെ ഭാഗം ആദ്യം കണ്ടത്. വിവരം മുത്തശ്ശിയോട് പറഞ്ഞതോടെ പള്ളി വികാരി വഴി പോലീസിനെ അറിയിച്ചു. ഇങ്ങനെയാണ് പുറം ലോകം ക്രൂര കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞത്. കൊല നടത്തിയത് താനാണെന്ന് പ്രതി വിനോദ് കുറ്റസമ്മതം നടത്തിയെങ്കിലും പല ദുരൂഹതകളും അവശേഷിച്ചിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് മറ്റൊരാൾക്ക് കൂടി അറിയാമെന്ന് പോലീസ് മനസ്സിലാക്കിയത്. കൊലപാതക വിവരം അറിഞ്ഞ് പോലീസ് വിനോദിന്റെ മാവുവിളയിലെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട് കഴുകി വൃത്തിയാക്കുകയായിരുന്നു പ്രതി വിനോദും സഹോദരൻ സന്തോഷും. സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും വീട് വൃത്തിയാക്കാൻ സഹോദരൻ വിനോദ് വിളിച്ചിട്ടാണ് താൻ എത്തിയതെന്നാണ് സന്തോഷ് പോലീസിനോട് ആദ്യം പറഞ്ഞത്. ഇതിൽ സംശയം തോന്നി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സന്തോഷ് കൂട്ടുപ്രതിയാണെന്ന് പോലീസിന് വ്യക്തമായത്. കൊലപാതകത്തെക്കുറിച്ച് സഹോദരൻ എല്ലാം അറിയാമെന്നാണ് പ്രതി വിനോദ് പോലീസിന് മൊഴി നൽകിയത്. മൃതദേഹം കട്ടിലിനടിയിൽ നിന്ന് എടുത്തു കുഴിച്ചിടാൻ വീടിന് പിന്നിലായി കുഴിയെടുത്തു നൽകിയതും സഹോദരൻ തന്നെയെന്ന് പ്രതി വിനോദ് പോലീസിനോട് പറഞ്ഞു. കൊലപാതകം ആസൂത്രിതമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. 2 പ്രതികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. 12ാം തീയതിയാണ് പ്രിയംവദയെ കാണാനില്ലെന്ന പരാതി ബന്ധുക്കൾ പോലീസിന് നൽകിയത്. പിന്നാലെ പ്രിയംവദയ്ക്കായുള്ള തിരച്ചിലിൽ കുടുംബത്തോടൊപ്പം അയൽവാസിയായ വിനോദും കൂടിയിരുന്നു. അപ്പോഴും വിനോദിനെ ആരും സംശയിച്ചിരുന്നില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.